ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടി യേശുവിൻ്റെ നാമത്തിൽ ഏവരെയും ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിന് 33-34 വാക്യം ഇവിടെ വായിക്കുന്നു. മർക്കോസ് 6:33-34. അവർ പോകുന്നത് പലരും കണ്ടറിഞ്ഞു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർ മുമ്പേ എത്തി. അവർ പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയതുകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു പലതും ഉപദേശിച്ചു തുടങ്ങി. ദൈവസന്നിധിയിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് മനസ്സലിവുള്ള ദൈവത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത്. യേശു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നതോടുള്ള ബന്ധത്തിൽ ആ ദൈവവചന ഭാഗത്തോടുള്ള ബന്ധത്തിൽ നാം ആ ശുശ്രൂഷ നടക്കുന്ന തൊട്ട് മുമ്പുള്ള കാര്യമായിട്ടാണ് അതിൻ്റെ പിന്നെ അപ്പോസ്തലന്മാർ അതിന് 30-ാമത്തെ വാക്യത്തിലൂടെ പിന്നെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചെല്ലാം അറിയിച്ചു. താട്ട് വായിക്കുമ്പോൾ അവർ 32-ാമത്തെ വാക്യം, അങ്ങനെ അവർ പടയിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. അവർ പോകുന്നത് പലരും കണ്ടു അറിഞ്ഞു. എല്ലാ പട്ടണങ്ങളിൽ നിന്ന് കാൽനട അവർക്ക് അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി. അവർ പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ ആയതുകൊണ്ട് അവർ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. തുടർന്ന് വായിക്കുമ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നുള്ള വേദഭാഗം നമുക്ക് ആ ഭാഗത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഒരു കാര്യം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം, അവൻ മനസ്സലിവുള്ള ദൈവമാണ്. ഈ ദൈവവചന ഭാഗത്തുനിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യം, ഒരുവൻ്റെ ഉള്ളത്തിൻ്റെ ആഴങ്ങൾ പോലും പിടിച്ചു കുലുക്കുന്നൊരു വികാരമാണ് മനസ്സലിവ്. മറ്റൊരുവൻ്റെ കഷ്ടതയിലും ദൗർഭാഗ്യത്തിലും അനുഭവപ്പെടുന്ന ദുഃഖവും അതിനോട് ചേർന്ന് വരുന്ന സഹായിക്കുവാനുള്ള തീവ്ര അഭിലാഷവും ഇതിലുൾപ്പെടുന്നു. ഇത് ദൈവത്തിൻ്റെയും തൻ്റെ പുത്രനായ യേശുവിൻ്റെയും ഒരു സ്വഭാവവിശേഷമാണ്. അപ്പം മറ്റുള്ളവരുടെ കഷ്ടതകളെ അവഗണിക്കുന്ന ഈ യുഗത്തിൽ മനസ്സലിവ് തൻ്റെ അനുയായികളുടെ മനോഭാവത്തിൻ്റെ സ്വഭാവവിശേഷമാകണമെന്ന് യേശു പ്രതീക്ഷിക്കുകയും നാം സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ ആ നിലകളിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഒരു കാര്യം വ്യക്തമായി പരിശുദ്ധ അമ്മയെ ഓർപ്പിക്കുന്നൊരു കാര്യം, മനുഷ്യരാശിയുടെ ആവശ്യങ്ങളും കഷ്ടതയും കണ്ട് മനസ്സലിവിനാലും സഹതാപത്താലും യേശു സ്പർശിക്കപ്പെട്ടു എന്ന് ദൈവവചന ഭാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. അപ്പം ആ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യേശു ഇന്നും മാറ്റമില്ലാത്തവനാണ്. ഓരോ ദൈവപൈതലിൻ്റെയും ആവശ്യങ്ങളും നൊമ്പരങ്ങളും ആഴമുള്ള പരമാർത്ഥമായ ദയാവായ്പും അവനിൽ ഉണർത്തുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. അപ്പം കഷ്ടതകളിൽ നമുക്ക് കൃപ, കരുണ, സഹായം എന്നിവ ലഭിക്കാനായി പ്രാർത്ഥനയിൽ അവനോട് അടുക്കുവാൻ കഴിയും എന്നുള്ളതിന് നമുക്കത് ഉറപ്പും നിശ്ചയവും കൂടിയാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ഏതൊരു വ്യക്തിയെയും ഒരിക്കലും ദൈവം കൈവിടാതെ പ്രാർത്ഥനയിൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തിയിരുന്ന ഒരു വ്യക്തിയും ദൈവം കൈവിടത്തില്ല. അവൻ മനസ്സലിവുള്ള ദൈവമാണെന്ന് പരിശുദ്ധാത്മ ഇന്ന് നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് എബ്രായലേഖനത്തിൽ നമ്മൾ എബ്രായലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള 3 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനായി നാം ധൈര്യത്തോട് കൃപാസന അടുത്ത് ചെല്ലുക എന്നെഴുതിയിരിക്കുന്നു. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഇന്ന് രാവിലെ പഠിപ്പിക്കുന്നത്, ക്രിസ്തു നമ്മുടെ ബലഹീനതകളോട് സഹതാപം കാണിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തോട് സ്വർഗീയ സിംഹാസനത്തെ സമീപിക്കുവാൻ സാധിക്കും. അവൻ മനുഷ്യനാകയാൽ നമ്മുടെ ആവശ്യം അനുഭവത്തിൽ കൂടെ അവിടത്തേക്ക് അറിയുവാൻ കഴിഞ്ഞു. ദൈവമാകയാൽ നമ്മുടെ ആവശ്യം നിറവേറ്റുവാൻ അവൻ ശക്തനുമാണെന്ന് പരിശുദ്ധാത്മ നമുക്കിന്ന് ഓർപ്പിക്കുന്നു. അപ്പം നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുവെന്ന് നാം അറിയുന്നു. കൃപാസനം എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പം ദൈവത്തിൻ്റെ സ്നേഹവും സഹായവും കരുണയും പാപക്ഷമയും ആത്മീയ ശക്തിയും അതിൽ നിന്നുമാണ് പുറപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം, അവിടെ 16-ാമത്തെ വാക്യത്തെ നമ്മൾ വായിച്ചതുപോലെ തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപയെന്ന് പറയുന്നതിനാൽ ആവശ്യ അനുസരണമാണ് നമ്മൾ ഈ കൃപ പ്രാപിക്കേണ്ടത്. തക്ക സമയത്തല്ലാതെ അതിന് മുൻപോ പിൻപോ ഈ കൃപ ലഭിക്കുകയില്ല. ഒരു കാര്യം പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിക്കുന്നത്, പഴയ നിയമകാലത്ത് മഹാപുരോഹിതന് മാത്രം, അതും ആണ്ടിലൊരിക്കൽ മാത്രമാണ് പരിശുദ്ധ സ്ഥലത്തുള്ള കൃപാസനത്തിനടുത്ത് ചെല്ലുവാൻ അവകാശമുണ്ടായിരുന്നത്. എന്നാൽ യേശു മരിച്ച വേളയിൽ
ദൈവാലയത്തിലെ കൃപാസനത്തെങ്കിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്ന തിരശ്ശീല കീറിപ്പോയതിനാൽ ഇന്ന് വിശ്വാസികൾക്ക് ധൈര്യമായി കൃപാസനം വരെയും അടുത്തി എന്ന് നമ്മുടെ ആവശ്യങ്ങളെ കർത്തൃസന്നിധിയിൽ ഉണർത്തുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും കൂടി പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിക്കുന്നു. അതാ നമ്മൾ എബ്രായ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 7:25 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു എന്നാണ്. അപ്പം ക്രിസ്തു സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നു. തൻ്റെ സകല അനുഗാമികൾക്കും വേണ്ടി പിതാവിൻ്റെ ഹിതാനുസരണം ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ചില കാര്യങ്ങൾ പ്രധാനമായി നമ്മെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന കാര്യം: ഒന്ന്, ക്രിസ്തുവിൻ്റെ പക്ഷപാത ശുശ്രൂഷ മുഖാന്തരം ദൈവത്തിൻ്റെ സ്നേഹവും സാന്നിധ്യവും നാം അനുഭവിക്കുന്നു. ഏതാവശ്യത്തിലും പരീക്ഷയിലും ബലഹീനതയിലും പാപത്തിലും പരിശോധനയിലും സഹായമായ കരുണയും കൃപയും നമുക്ക് ലഭിക്കുവാൻ അതുകൊണ്ട് കാരണമാകുന്നു. രണ്ടാമതൊരു കാര്യം, തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനെ സകല വിശ്വാസികളുടെ മേലും പകരുവാനുള്ളവൻ്റെ ആഗ്രഹവും ക്രിസ്തുവിൻ്റെ പക്ഷപാത ശുശ്രൂഷയുടെ ഉള്ളടക്കം ഗ്രഹിക്കുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്നു. മൂന്നാമതൊരു കാര്യം, ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് സമ്പൂർണ്ണമായി രക്ഷിക്കപ്പെടുന്നതിനുള്ള കൃപ ലഭിക്കും. മഹാപുരോഹിതൻ എന്ന നിലയിൽ നമുക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമാണ്, അനിവാര്യമാണോ എന്ന് കൂടി നമ്മെ ഓർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത മുഖാന്തരമുള്ള അവൻ്റെ കൃപയും കരുണയും സഹായവും ഇല്ലാത്ത പക്ഷം നാം ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോവെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. നാലാമതൊരു കാര്യം, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കാനും മനസ്സില്ലാത്തവർക്കുള്ള മധ്യസ്ഥനായി ഒരിക്കലും ക്രിസ്തു നിലകൊള്ളുന്നില്ല. അപ്പം ക്രിസ്തു മുഖാന്തരം ദൈവത്തിങ്കിലേക്ക് വരുന്നവരെ സമ്പൂർണ്ണമായി രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പം മനഃപൂർവ്വം പാപം ചെയ്യുകയും യേശു മുഖാന്തരം ദൈവത്തോട് അടുത്ത് വരാതിരിക്കുകയും ചെയ്യുന്നവർക്ക് സുരക്ഷിതത്വമോ ഭദ്രതയോ ഇല്ലെന്ന് ദൈവവചനം വീണ്ടും ഒരിക്കൽ കൂടി നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് മാർക്കോസ് അപ്പോൾ കർത്താവിനോട് ഹൃദയപൂർവ്വം അടുത്ത് വരുവാൻ, യഥാർത്ഥ മാനസാന്തരത്തിന് അവകാശികളായി ഹൃദയപൂർവ്വം അടുത്ത് വരുവാനാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 39 മുതലുള്ള വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. അങ്ങനെ 39-42 വരെ. അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് പറഞ്ഞ് ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ഇപ്പം യേശു കർത്താവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ള ദൈവവചന ഭാഗം നമ്മൾ വായിക്കാനിടയായത്. അതിൻ്റെ 39 മുതൽ നമുക്ക് താഴോട്ട് വായിക്കുമ്പം ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്, സുവിശേഷം പ്രസംഗിച്ചും ഭൂതങ്ങളെ പുറത്താക്കിയും ഗലീലയിൽ യേശു നടത്തിയ പര്യടനം ചുരുങ്ങിയ വാക്കുകളിൽ മർക്കോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ഈ യാത്രയിൽ നമ്മൾ വായിച്ചതുപോലെ ഈ യാത്രയിൽ ഒരു കുഷ്ഠരോഗി ശുദ്ധീകരണത്തിനായി അപേക്ഷിക്കുന്നു. രക്ഷകൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് ഭക്ത്യാദരപൂർവ്വം അപേക്ഷിക്കുന്ന വാഗ്മയ ചിത്രം നമുക്കിവിടെ മർക്കോസിൻ്റെ കാണാം. എനിക്ക് ദീനമാണെന്ന് ഒരുത്തനും പറയാനിടയില്ലാത്ത രാജ്യം സ്ഥാപിക്കുന്ന മിശിഹായാണ് ഈ ഗുരുവെന്ന് ആ കുഷ്ഠരോഗി മനസ്സിലാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ എന്നെ നിങ്ങളെ ഓർപ്പിക്കുന്നൊരു കാര്യം, കഷ്ടപ്പെടുന്നവരോടും ആവശ്യത്തിലിരിക്കുന്നവരോടുമുള്ള യഹോവയുടെ ദാസൻ്റെ ആർദ്രത മനസ്സലിഞ്ഞു എന്ന പദം കൊണ്ട് മർക്കോസ് ഇവിടെ വെളിപ്പെടുത്തിയാണ്. അപ്പോൾ ഗുരുവിൻ്റെ സ്നേഹാർദ്രമായ സ്പർശനവും എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകുക എന്നുള്ള അധികാര വാക്കുകളും ആ കുഷ്ഠരോഗിയുടെ ഹൃദയത്തിൽ അവാച്യമായ സന്തോഷം നിറച്ചുന്ന ദൈവവചന ഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. ന്യായപ്രമാണം കുഷ്ഠരോഗിയെ സമൂഹത്തിൽ നിന്നും തുരത്തി. ദൈവകൃപ കുഷ്ഠരോഗിയെ അല്ല, കുഷ്ഠത്തെ തന്നെ തുരത്തുന്നതായും സൗഖ്യപ്പെടുത്തുന്നതായും ഇന്നിപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ഇടയുണ്ടായി. അപ്പോൾ അധികാരവും സ്നേഹവും ഈ ദാസനിൽ ഒത്തുചേരുന്നൊരു ചിത്രമാണ് നമുക്കിവിടെ മർക്കോസ് വരച്ചു കാണുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും നമ്മുടെ ദൈവം മനസ്സരിവുള്ള ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് വീണ്ടും നമ്മെ ഓർപ്പിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വീണ്ടും അടുത്തിയെല്ലാം നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. അതിപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൽ കൂടി അവിടുന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠമായ ദൈവവചന ആലോചനകൾക്കായി ഞങ്ങൾ അവിടുത്തോട് നന്ദി പറയുന്നു.
അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.